കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാളെ രക്തസാക്ഷിയാക്കിയ സംഭവത്തിൽ തടിയൂരാൻ ശ്രമിച്ച് ഡിവൈഎഫ്ഐ. മരിച്ച ഷെറിൽ ഡിവൈഎഫ്ഐക്കാരനല്ല എന്ന് സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്. രക്തസാക്ഷിയായി ഷെറിലിന്റെ പേര് സമ്മേളനത്തിൽ വായിച്ചിട്ടില്ലെന്നും സനോജ് പറയുന്നു. കണ്ണൂർ പാനൂർ കുന്നോത്ത് പറമ്പ് മേഖലാ സമ്മേളനത്തിലായിരുന്നു രക്തസാക്ഷിയായി അനുശോചിച്ചത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തെറ്റിദ്ധരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരം കാര്യം ഇല്ലില്ല, ഞങ്ങൾ അപ്പൊ തന്നെ തള്ളി പറഞ്ഞിട്ടില്ലേ. ഞങ്ങൾ ആ സംഭവം നടന്ന അപ്പൊ തന്നെ അതിനകത്ത് ഡിവൈഎഫ്ഐക്ക് ബന്ധമില്ലെന്നും അത്തരം കാര്യങ്ങളിൽ പങ്കെടുത്ത ഡിവൈഎഫ്ഐയുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വെച്ചിരിക്കില്ല എന്നും പറഞ്ഞിരുന്നു. ഇതെന്താണ്, ഇതിപ്പോ നാട്ടിൽ സമ്മേളനങ്ങൾ നടക്കുന്ന കാലമായതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രാദേശിക സഖാവ് ആ പേരെഴുതി ചേർത്താണ്, അതവിടെ വായിച്ചിട്ടുണ്ടാവും. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് കൂടുതൽ അറിയില്ല. എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ പരിശോധിക്കും. അല്ല, ഞങ്ങൾ അവരെ അപ്പൊ തന്നെ ആ സംഭവത്തെ തന്നെ തള്ളി പറഞ്ഞ പിന്നെ എന്താണ് ആ ചോദ്യത്തിന് പ്രസക്തി? പുതിയ നിലപാടില്ല. ഞങ്ങളൊരു സംഭവം നടന്നാൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ഇത് അവിടെ നടന്ന ഒരു പ്രാദേശിക സമ്മേളനത്തിൽ സ്വാഭാവികമായിട്ടും ആ കാലയളവിൽ മരണപ്പെട്ട ആ പ്രദേശത്തെ ആളുകളുടെ പേര് വായിച്ചിട്ടുണ്ടാവാം, അതിൽ ഈ പേര് വന്നിട്ടുണ്ടാവാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരത്തിലേക്ക് ഞാനിപ്പോ വരുന്നില്ല. നിങ്ങൾക്ക് എന്താണ് വ്യക്തത വേണ്ടത്? നിങ്ങൾക്കൊരു അന്ന് തള്ളി പറഞ്ഞ പിന്നെ എപ്പോഴും തള്ളി ആരും നിങ്ങൾ വ്യാഖ്യാനിക്കല്ലേ? ഒന്നുമില്ല, അല്ല അതല്ല സംബന്ധം. അല്ലല്ല, നിങ്ങൾക്ക് വേണ്ട എന്താണ്? നിങ്ങൾക്ക് വേണ്ടത് അന്ന് ഡിവൈഎഫ്ഐ തള്ളി പറഞ്ഞു, ഇപ്പൊ ഡിവൈഎഫ്ഐ അവരെ സ്വീകരിച്ചു, രക്തസാക്ഷിയാക്കിയിരിക്കുന്നു, ഡിവൈഎഫ്ഐ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത ഞങ്ങൾക്ക് വേണ്ടത്. ഞാൻ എന്താ സത്യം? ഞാൻ പറഞ്ഞല്ലോ, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ അന്ന് ഞാൻ തന്നെ ഇവിടെ വെച്ച് പത്രക്കാരോട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അത്തരം കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് നിലപാട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ഈ വിഷയത്തെ ചൊല്ലി ഡിവൈഎഫ്ഐ CPM പോര് പോലും ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വി.കെ. സനോജ് വീണിടത്ത് കിടന്ന് ഉരുളുകയാണ്. ഷെറിനെ സംബന്ധിച്ച് ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതൃത്വവും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വവും തമ്മിൽ ആശയവ്യത്യാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതൃത്വം ഇയാളെ രക്തസാക്ഷിയാക്കിക്കൊണ്ട് യൂണിറ്റ് സമ്മേളനത്തിൽ അനുശോചന പ്രമേയം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇതിനെ പരസ്യമായി തള്ളി രംഗത്തെത്തുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വവും ഈ ഒരു നിലപാട് ആവർത്തിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഒരു തരത്തിലും തങ്ങൾ മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് രംഗത്തെത്തിയത്. മരിച്ച ഷെറിൽ ഡിവൈഎഫ്ഐക്കാരനല്ല, രക്തസാക്ഷിയായി വായിച്ചിട്ടില്ലെന്നും സനോജ് പറയുന്നുണ്ട്. പക്ഷേ അത് ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിൽ അയാളുടെ പേര് വായിച്ചെന്നത് സത്യം തന്നെയാണ്. അത് ആ രക്തസാക്ഷി പ്രമേയത്തിൽ അയാളുടെ പേര് ആവർത്തിച്ച് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം നമുക്കറിയാം, 2024 ഏപ്രിൽ 5-നായിരുന്നു പാനൂർ മുളിയാത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ബോംബുണ്ടാക്കുന്നതിനിടെ ഡിവൈഎഫ്ഐ ഈ ഷെറിൽ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ടത്. ആ സമയത്ത് CPM നേതൃത്വം തന്നെ പരസ്യമായി തള്ളി ഈ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ച് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം